ഹലോ മക്കളെ, നമ്മൾ ഇന്ന് മലയാളം ക്ലാസ് ആണ് എടുക്കുന്നത്. മലയാളത്തിലെ ഒറ്റപ്പദം. ഒറ്റപ്പദം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ? അതായത് ഒരു കൂട്ടം വാക്കുകൾ അല്ലെ, ഒരു കൂട്ടം വാക്കുകളുടെ അർത്ഥം ഒരു വാക്കിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരുന്നതിനെയാണ് ഒറ്റപ്പദം എന്ന് പറയുന്നത്. ഒരു കൂട്ടം വാക്കുകളുടെ അർത്ഥം ഒറ്റപ്പദം. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അതിനെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അല്ലെ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണ് മലയാളത്തിൽ ഒറ്റപ്പദം എന്ന് പറയുന്നത്. രണ്ടിന്റെയും ആശയം സെയിം ആയിരിക്കും, ഒരേ ആശയമായിരിക്കും രണ്ടിനുള്ളത്. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം വാക്കുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടിന്റെയും ആശയം തുല്യമായിരിക്കും. അതാണ് ഒറ്റപ്പദം എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഈ ഒറ്റപ്പദം, ചില ഒറ്റപ്പദങ്ങൾ നമ്മൾ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വന്ന ഒറ്റപ്പദങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നരകത്തിലെ നദി, നരകത്തിലെ നദി ഏതാണ്? വൈതരണിയാണ് അല്ലെ. നരകത്തിലെ നദി വൈതരണിയാണ്. അതുപോലെ പുത്രന്റെ ഭാര്യ, പുത്രന്റെ ഭാര്യനെ നമ്മൾ സ്നുഷ എന്നാണ് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒറ്റപ്പദങ്ങൾ നമ്മൾ പഠിച്ചിരിക്കാൻ വേണം, കാരണം അല്ലാതെ പഠിക്കാതെ നമുക്ക് കിട്ടില്ല. എന്നാൽ മലയാളത്തിലെ ചില ഒറ്റപ്പദങ്ങളുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു 100-200 ഒറ്റപ്പദങ്ങൾ പഠിക്കുന്ന സമയം നമുക്ക് വേണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പഠിക്കാൻ ഒരു 2 സെക്കൻഡ് കൊണ്ടോ 3 സെക്കൻഡ് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഒറ്റപ്പദത്തില്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വെറും സിമ്പിൾ ആയിട്ട് 6 ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ഈ 6 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഈ 6 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് താഴെ കമന്റും ചെയ്യണം. എത്ര എണ്ണം ശരിയായി? എല്ലാവരും ശരിയായവരുണ്ടാവും, ചിലപ്പോൾ 2 എണ്ണം ശരിയായവരുണ്ടാവും, 3 എണ്ണം ശരിയായവരുണ്ടാവും. അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ റൂള് പഠിച്ചത് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ചോദ്യങ്ങൾ എല്ലാവരും വേഗം തന്നെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. ഇത് നമ്മളുടെ മലയാളത്തിലെ സ്വരാക്ഷരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കില്ല, അതിലൊന്നും ആർക്കും ഒരു സംശയവും ഇല്ല. അപ്പം ഇതിലെ നിയമം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഒറ്റപ്പദം എഴുതാൻ പറഞ്ഞ് ഒരു ചോദ്യം തന്നിരിക്കുന്നു. ആ ചോദ്യം ആരംഭിക്കുന്നത് ഇയിലോ എയിലോ ആണെങ്കിൽ ആ ഒറ്റപ്പദം, അതായത് നമ്മുടെ ഉത്തരം വരുന്നത് ഐയിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് സംശയം വരാം, പക്ഷെ നമ്മൾ എക്സാമ്പിളുകൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഒറ്റപ്പദം എഴുതാൻ തന്നിരിക്കുന്ന ചോദ്യം, ആ ചോദ്യം ആരംഭിക്കുന്നത് ഇയിലോ എയിലോ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം വരുന്നത് ഐയിലായിരിക്കും. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഊയിലോ ഓയിലോ ആണ് ആരംഭിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഉത്തരം ഔവിലായിരിക്കും വരുന്നത്. ഇത് ഞാനിവിടെ ആ റൂൾ എഴുതിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇയിലോ എയിലോ ആണെങ്കിൽ ഉത്തരം വരുന്നത് ഐയിലായിരിക്കും. അതുപോലെ ചോദ്യം ഊയിലോ ഓയിലോ ആണെങ്കിൽ ഉത്തരം വരുന്നത് ഔവിലായിരിക്കും, ഉത്തരം തുടങ്ങുന്നത്. ഇനി ആ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് വരുന്നതാണ് ഇത്. ഒന്നില്ലെങ്കിൽ അം, അല്ലെങ്കിൽ യം, അല്ലെങ്കിൽ വം, അല്ലെങ്കിൽ കം, ഉത്തരത്തിൻ്റെ അവസാനം. ഇനി ഇതല്ലാതെ ഇതിൻ്റെ കൂടെ ഇയും ചേർന്ന് വരാം. ഇയും അമ്മും കൂടി ചേരുമ്പോൾ ഇങ്ങനെയാണ് വരാം. ഇയും യമ്മും കൂടി ചേരുമ്പോൾ ഇതാണ് വരാം. ഇയും വമ്മും കൂടി ചേരുമ്പോൾ ഇവം, ഇയും കമ്മും കൂടി ചേരുമ്പോൾ ഇകം. ഇതായിരിക്കും ആ ഉത്തരത്തിൻ്റെ അവസാനത്തിൽ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ, റൂള് കേൾക്കുമ്പോൾ സംശയം വരാം, പക്ഷെ സിമ്പിളാണ്. നമ്മൾ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്രയും മനസ്സിലാക്കാം. തന്നിരിക്കുന്ന ചോദ്യം ഇയിലോ എയിലോ ആരംഭിച്ചാൽ ഉത്തരം വരുന്നത് ഐയിലായിരിക്കും. തന്നിരിക്കുന്ന ചോദ്യം ഊയിലോ ഓയിലോ ആരംഭിച്ചാൽ ഉത്തരം വരുന്നത് ഔവിലായിരിക്കും. ലാസ്റ്റിൽ ഇത്തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കണമെന്നില്ല, നിങ്ങൾ പറഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ റൂള് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അപ്പം ഞാൻ ഓരോ എക്സാമ്പിളും പറയുമ്പോൾ ഈ റൂളല്ലേ ഇത് കൃത്യമായി വരുന്നില്ലെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വിവാഹത്തെ സംബന്ധിച്ചത്. അപ്പൊ വിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് അല്ലേ, വിവാഹത്തെ സംബന്ധിച്ചത്. അപ്പൊ വി എന്ന് പറയുമ്പോൾ അവിടെ ഇ ആണല്ലേ വരുന്നത്. അപ്പൊ ഈ ചോദ്യത്തിൽ വന്നാൽ ഉത്തരം എന്താണ് മാറാ? ഇയും എയും വന്നാൽ ഐ ആയി മാറും അല്ലേ. അപ്പൊ ഇ എന്നുള്ളത്, വി എന്നുള്ളത് എന്തായി മാറും? വൈ ആയി മാറും. കണ്ടോ, ചോദ്യത്തിൽ ഇ ആണെങ്കിൽ ഉത്തരം ഐ ആണ് വരാം, അപ്പോൾ വൈ ആയി മാറും. ഇനി അവസാനത്തിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. വിവാഹം എന്നുള്ളത് വൈവാഹികം. കണ്ടോ, ഇകം ആവാം, ഇവം ആവാം, ഇയം ആവാം അല്ല, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നിങ്ങൾ പറഞ്ഞു നോക്കുക ഏതാണ് കൃത്യമായി വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം, ഇവിടെ ഇ എന്നുള്ളത് ഇവിടെ വൈ ആയി മാറി. വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം. അടുത്തത് വിപുലമായത് എന്ന് പറയുമ്പോൾ ചോദ്യം ആരംഭിക്കുന്നത് ഇയിലാണ് അല്ലേ. വിപുലമായത് ഇയിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് എന്തിലായിരിക്കും? ഐയിലായിരിക്കും. ഇയിലാണ് ചോദ്യം ആരംഭിക്കുന്നതെങ്കിൽ ഉത്തരം വരുന്നത് ഐയിലായിരിക്കും.
ഈ മാത്രമല്ല എയിലാണ് ചോദ്യം ആരംഭിക്കുന്നത് എങ്കിലും ഉത്തരം വരുന്നത് ഐയിലായിരിക്കും. അപ്പം വിപുലമായത് വൈപുല്യമാണ്. വിപുലമായത് വൈപുല്യമാണ്. ഇനി ഇഹലോകത്തെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആണ് വന്നത്. അപ്പം എന്തായി മാറണം? ഇവിടെ ഇപ്പുറത്ത് ഐ ആയി മാറണം. അപ്പം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. കിട്ടിയോ? അടുത്തത് ക്രിസ്തുവിനെ സംബന്ധിച്ചത് എന്താണ്? ക്രീ എന്ന് പറയുമ്പോൾ അവിടെ ഈ ആണല്ലേ വരുന്നത്. അപ്പോൾ ഉത്തരം ഐ ആയി മാറും. ക്രൈസ്തവം. ഇവിടെ അവസാനം വം ആണ് വരുന്നത്. ക്രൈസ്തകം എന്ന് പറയില്ലല്ലോ, ക്രൈസ്തികം എന്ന് പറയില്ല, ക്രൈസ്തവാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമത്. അപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചത് ക്രൈസ്തവമാണ്. അടുത്തത് ഹിന്ദുവിനെ സംബന്ധിച്ചത് എന്താണ്? ഹൈന്ദവം. ഹി എന്ന് പറയുമ്പോൾ ഈ ആണ് വന്നത്. അപ്പോൾ ഉത്തരത്തിൽ ഐ വരണം. ഹൈന്ദവം. അടുത്തത് ഇസ്ലാമിനെ സംബന്ധിച്ചത് ഇസ്ലാമികല്ല, ഐസ്ലാമികമാണ്. നിങ്ങൾക്ക് ഉത്തരത്തിൽ ഇസ്ലാമികം എന്നൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമികം എഴുതാൻ തോന്നും. പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം ഐസ്ലാമികമാണ്. അതുപോലെ ഇതിഹാസത്തെ സംബന്ധിച്ചത് ഈ വന്നാൽ ഇപ്പുറത്ത് ഐ വരണം. അപ്പോൾ ഐതിഹാസികം. അതുപോലെ നിരാശയുടെ ഭാവം നീയല്ലേ വന്നത്. നീ വന്നാൽ ഇപ്പുറത്ത് നൈ വരണം. ഉത്തരത്തിൽ നൈ വരണം അല്ലേ. ഈ വന്നാൽ ഐ വരണം. അപ്പം നിരാശയുടെ ഭാവം നൈരാശ്യം. നിരാശയുടെ ഭാവം നൈരാശ്യമാണ്. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. മനസ്സിലായോ? ഇനി നമുക്കിപ്പോൾ ഇവിടെ ഇത് നോക്കിയത് ഫുള്ളും ഇയും എയും വെച്ചിട്ടൊക്കെ ഉള്ളതല്ലേ. നമുക്കിനി ഒ വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പം നമ്മൾ നിയമത്തെ പറഞ്ഞത് ഇയും എയും വന്നാൽ ഐ ആയി മാറും, ഊവും ഓയും വന്നാൽ ഔ ആയി മാറുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ലോകത്തെ സംബന്ധിച്ചത് ലോ എന്ന് പറയുമ്പോൾ ഓയാണ് വരാം അല്ലേ. അപ്പം അതെന്തായി മാറും? ഔ ആയി മാറും. ഓ എന്നുള്ളത് അങ്ങനെയല്ലേ പറഞ്ഞത്. ഓ എന്നുള്ളത് ഔ ആയി മാറുമെന്നാണ് പറഞ്ഞത്. അപ്പം ലോകത്തെ സംബന്ധിച്ചത് ഓയാണ് അല്ലേ. അപ്പം അത് ഔ ആയി മാറും. ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ്. ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികമാണ്. അതുപോലെ സുഗന്ധമുള്ളത് സു എന്ന് പറയുമ്പോൾ ഊ ആണ് അല്ലേ വന്നത്. ഊ വന്നാലും ഔ തന്നെയാണ്. അപ്പം സുഗന്ധമുള്ളത് സൗഗന്ധികം. ശൂരൻ്റെ ഭാവം ശൗര്യമാണ്. ശൂ എന്ന് പറയുമ്പോൾ ഊ ആണ് വന്നത്. അപ്പം ശൂരൻ്റെ ഭാവം ശൗര്യമാണ്. ക്രൂരൻ്റെ ഭാവം ക്രൗര്യമാണ്. അതുപോലെ മുനിയുടെ ഭാവം ഊ ആണല്ലേ വന്നത്. മുനിയുടെ ഭാവം മൗനമാണ്. ശൂരൻ്റെ ഭാവം ശൗര്യമാണ്. സുഖത്തെ സംബന്ധിച്ചത് സൗഖ്യം അല്ലേ. സുഖത്തെ സംബന്ധിച്ചത് സു എന്ന് പറയുമ്പോൾ ഊ വന്നു. അപ്പം സുഖത്തെ സംബന്ധിച്ചത് സൗഖ്യമാണ്. ദൂതൻ്റെ പ്രവൃത്തി ഊ ആണ്. അപ്പം ദൗ ആയി മാറും. ദൗത്യം. ദൂതൻ്റെ പ്രവൃത്തി ദൗത്യമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ച് ഊ ആണ് വന്നത്, ഔ ആയി മാറും. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ്. അതുപോലെ ഉചിതമായ ഭാവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണെന്നൊരു ഉത്തരം നമുക്ക് മനസ്സിലേക്ക് വരുന്നില്ല അല്ലേ. പക്ഷേ ഈ റൂൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഊ എന്നുള്ളത് എന്തായി മാറും? ഔ ആയി മാറും. ഉചിതമായ ഭാവം ഔചിത്യമാണ്. പുരാണത്തെ സംബന്ധിച്ചത് ഊ ആണ് വന്നത്, ഔ ആയി മാറും. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമാണ്. ഉപചാരത്തോടു കൂടിയത് ഔപചാരികമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകളെല്ലാം നിങ്ങൾ ഒന്നും കൂടി എഴുതി വെച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ റൂള് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചോദ്യത്തിൽ ഇയും എയും വന്നാൽ ഐ ആയി മാറും, ഊവും ഓയും വന്നാൽ ഔ ആയി മാറും. ഇയാം എയിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ആവും. ഊവും ഓയും വന്നാൽ ഔ ആയി മാറും ഉത്തരം. അതുപോലെ ലാസ്റ്റ് അം യം വം കം. പിന്നെ ഇതിനോടുകൂടി ഇയും കൂടി. അപ്പം ഇയും അമ്മും ചേർന്നാലാണ് ഇങ്ങനെ എഴുതാം. ഇയും യമ്മും കൂടി ചേർന്നാലാണ് ഇങ്ങനെ എഴുതാം. പിന്നെ ഇയും വമ്മും കൂടി ചേർന്നാൽ ഇവം, ഇയും കമ്മും കൂടി ചേർന്നാൽ ഇകം. സംഭവം സിമ്പിളാണ്, നമ്മളൊന്ന് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി, നിങ്ങൾക്ക് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഒന്നും കൂടി എഴുതി നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നമ്മൾ ഈ റൂള് പറഞ്ഞത് വെച്ചിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ഒന്നും കൂടി എഴുതി നോക്കാം. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം.
ഇതാണ് നമ്മളുടെ ഉത്തരങ്ങൾ. വിപുലമായത്, വിപുലമായത് എന്ന് പറയുമ്പോൾ വിയിലാണ് അല്ലേ ആരംഭിച്ചത്. അപ്പം വി ഇ എന്നുള്ളത് ഐ ആയി മാറും. അപ്പോൾ വൈപുല്യം, വിപുലമായത് വൈപുല്യമാണ്. അതുപോലെ വിവിധമായത്, വിവിധമായത് എന്ന് പറയുമ്പോൾ വി എന്നുള്ളത് വൈ ആയി മാറും. അപ്പോൾ ഓപ്ഷനിൽ വൈവിധ്യം. നമുക്ക് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നിരന്തരമായത് നീയാണ്, ഈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐ ആയി മാറണം. നൈരന്തര്യം, നിരന്തരമായത് നൈരന്തര്യം. വേദത്തെ സംബന്ധിച്ചത് വേയാണ് അല്ലേ, എ ആണ് വന്നത്, ഐ വരും. അപ്പോൾ വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്, വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്. അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ടത് കെ എന്ന് പറയുമ്പോൾ എ ആണ് വന്നത്, ഐ വരണം അല്ലേ. അപ്പം കൈരളീയം, കേരളത്തെ സംബന്ധിച്ചത് അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടത് കൈരളീയമാണ്. ഇന്ദ്രജാലത്തിൻ്റെ ഭാവം, ഇന്ദ്രജാലത്തിൻ്റെ ഭാവം ഈ ആണ് വന്നത്, ഈ എന്നുള്ളത് ഐ ആയി മാറണം. അപ്പോൾ ഐന്ദ്രജാലികം, ഐന്ദ്രജാലികം. ഈ 6 ഉത്തരങ്ങളും നിങ്ങളുടെ ശരിയായോ, ഏതൊക്കെ തെറ്റി എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നും കൂടി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, ഈ റൂള് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കാം. ഈ പറഞ്ഞ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ ചിലപ്പോൾ നിയമമായിട്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയാലും എക്സാമ്പിളുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സംസ്കൃതത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ പുത്രൻ്റെ ഭാര്യ സ്നൂഷ, പുത്രൻ്റെ പുത്രൻ പൗത്രൻ, മകളുടെ ഭർത്താവ് ജാമാതാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നരകത്തിലെ നദി എന്ന് പറയുന്നത് വൈതരണി, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒറ്റപ്പദം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരം ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളിൽ കൂടി മാത്രമേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞെങ്കിൽ മാത്രമേ തുടർന്ന് ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.